വെൽക്കം ടു മൈ ചാനൽ സിമ്പിൾ റെസിപ്പീസ് വിത്ത് മീനു. അപ്പോൾ നമുക്ക് ഇന്നൊരു അടിപൊളിയായിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടൊരു ബോൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് എത്ര വേണമെന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്കൊരു ഹാഫ് നാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ പെപ്പറും കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ടയാണിത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചേരുവകൾ കൊണ്ടുണ്ട്. നമുക്കൊരു 1 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ട മിക്സാണിത്. നിങ്ങൾക്ക് ചിക്കൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ അളവും കൂടെ ഈ പൊടികളുടെ അളവ് നിങ്ങൾ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കണം. അപ്പം ഇത് നല്ലപോലെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഈ ഒരു മിക്സ് ഒരു മണിക്കൂർ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാം. എന്നിട്ട് നമുക്കിനി ഒരു 5 മുളക് ഞാൻ എടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് എടുത്താലും മതി. ഞാനിപ്പോൾ ഇതിൽ ചതച്ചെടുക്കുകയാണ്. ചതച്ചെടുത്ത് നമുക്ക് ഇത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 7 സവാള കുഞ്ഞത് ഞാൻ ഒരു മിഡ് വലുപ്പം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് അരിഞ്ഞ്. ഇനി നമുക്കൊരു പാനിലേക്ക് ഇനി കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനകത്തിൽ നമുക്ക് കുറച്ച് സവാള എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയും കുറച്ച് സവാള നമുക്ക് ഇതല്ലാണ്ട് കൂടി വേണം. അപ്പോൾ നമുക്ക് പകുതിയായിട്ട് മാറ്റിയിട്ടാണ് എടുക്കുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. നല്ലൊരു ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടണം. അതുകൊണ്ട് ഇങ്ങനെ ഈ കളറിൽ ഒരു നല്ല ബ്രൗൺ കളറിൽ കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇതിനെ ഇനി കോരി മാറ്റാം. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക്. അല്ലെങ്കിൽ കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നല്ല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ആ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളുടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ചിക്കൻ നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്നത്. അപ്പം നല്ലപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ നല്ല മസാലയൊക്കെ നല്ല പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇതിട്ട് നമുക്കൊന്ന് പൊരിച്ച് വറുത്ത് കോരിയെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി അടുക്കി പിടിക്കാത്ത രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം ഇത് നല്ലപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാൻ ഇങ്ങനെ തുറക്കുമ്പോൾ മാത്രം വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് ഇനി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു കുറച്ച് ഇതായെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിടാം. ഈ ഒരു പരിവാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നമുക്ക് ഒന്ന് വഴറ്റാനും കൂടെ വേണം സവാള എന്ന്. അപ്പോൾ നമുക്ക് ആ സവാള നമുക്കിതിലേക്ക് ഇട്ടൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ആ സവാളയുടെ ഒരു പച്ചയൊക്കെ മാറി ഒന്ന് വെന്തുടഞ്ഞ് വരും. അപ്പം ഇങ്ങനെ വന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരിവുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും മുളകും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി 2 തക്കാളി വലിയ 2 തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞാണ്. നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു മൂടി വെച്ച് അടച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം.
എന്നിട്ട് അത് നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, ആ ഉള്ളിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഫുട്ടേജ് മിസ്സായിപ്പോയി, അതുകൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നതാണിത്. അപ്പം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടേബിൾ സ്പൂൺ പെപ്പർ കുരുമുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതോ വീട്ടിലുണ്ടാക്കുന്നതോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ പെരിഞ്ജീരക പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് അതിൻ്റെ പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ആ തൈരോട് ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിനകത്തേക്ക് വേണ്ട മിൻറ്റ് ലീവ്സും മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള ലീവ്സ് ഇട്ട് കൊടുക്കാം. അപ്പം അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ നേരത്തെ കുറച്ച് ഇട്ട് കൊടുത്തോണ്ടാണ് 1/4 ടേബിൾ സ്പൂൺ ഇടുന്നത്. ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക്. എന്നിട്ട് നമുക്ക് ആ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ പീസ് എടുത്തിട്ട് നമുക്കിതിലേക്ക് ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. ചിക്കൻ പീസുകളെല്ലാം നമുക്കിതിനകത്തേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ അത് പീസുകൾ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉടയാതെ നല്ലപോലെ ഒന്ന് പതുക്കെ അടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാല ആ ചിക്കനിൽ നല്ലപോലെ പിടിച്ചോളും. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കൊരു പാനിലേക്ക്, ഇത് ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പാണ്, അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് ഒരു പിടി സവാള, ഒരു 3 കറുവപ്പട്ട, ഒരു സ്റ്റാർ, പിന്നെ 2-3 ഒരു ഗ്രാമ്പൂ, അതും കൂടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ഒരു 3-4 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഒരു 3-4 ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം, വൈഷ്ണല ഉണക്കിയത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മിക്സ് ആയി വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഒരു 4 കപ്പ് 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 കപ്പ് അരിക്ക് വേണ്ടിയിട്ട് 5.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 5-6 കപ്പ് ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ കൈമ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കൈമ റൈസ് ഞാൻ 20 മിനിറ്റ് വെള്ളത്തിലിട്ട് നല്ലപോലെ ഒന്ന് കുതിർത്തെടുത്തിട്ടുള്ള അരിയാണിത്. അപ്പം ചിക്കൻ ബിരിയാണി എനിക്കിതിൽ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പം ആ വെള്ളത്തിലേക്ക് ഞാൻ ഒരു 1.25 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ഇച്ചിരി മുകളിൽ നിൽക്കുന്നതായിരിക്കും നല്ലത്, അരിയിൽ നല്ലപോലെ ഒന്ന് പിടിക്കാനായിട്ട്. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. നല്ലപോലെ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്താണ്ട് അരി വേഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ഇതിൽ കിട്ടിയിട്ടുണ്ട്, ഒട്ടി പിടിക്കാത്ത നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ബാക്കി നമുക്ക് ദമ്മിടുമ്പോൾ ഒന്നും കൂടെ കുക്കായിക്കോളും. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് ദമ്മിടാനായിട്ടൊരു ആ പാത്രം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലൊരു പാത്രം എടുത്തിട്ട് അടിക്ക് നമുക്ക് ഈ ചിക്കൻ്റെ മസാലയും ചിക്കനും കൂടെ വെച്ച് കൊടുക്കാം. കുറച്ച് ഒരു 2 പാർട്ടായിട്ട് ഇടുന്ന രീതിയിൽ ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പകുതി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ലീവ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ മിൻറ്റ് ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ കിസ്മിസും കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മുകളൊന്ന് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പൈനാപ്പിളിൻ്റെ എസൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 നുള്ള് ബിരിയാണി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാം. നമുക്കിനി കളർ കിട്ടാനായിട്ടാണെങ്കിൽ കളറൊക്കെ ചേർക്കാം, ഞാനതൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മുടെ ചിക്കൻ മണ്ടയ്ക്ക് അടുത്ത ലെയർ ഇട്ട് കൊടുക്കാം. ഇനി ഈ സ്റ്റെപ്പ് തന്നെ നമുക്ക്
ഫ്രണ്ടിലും ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് മണ്ടയ്ക്ക് റൈസ് ഇടുക, എന്നിട്ട് അതേ സ്റ്റെപ്പ് തന്നെ വീണ്ടും ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് എടുത്താൽ മതി. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ നെയ്യ് ഒഴിക്കുക, ബാക്കിയുള്ള ലീവ്സ് ഇടുക, കിസ്മിസും അതൊക്കെ കൂടി മുകളിൽ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ട് എസൻസ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ സാധനം വെച്ചേക്കുന്ന ഞാൻ ഒരു അടപ്പ് വെച്ചിട്ട് ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഞാൻ സ്റ്റൗവിൽ ഒരു പാനിൻ്റെ മുകളിൽ ദമ്മിട്ട് വെച്ചിരുന്നതാണ്. ദമ്മിട്ട് വെച്ചിട്ട് എടുത്തതാണ്. അതിലൊരു പുകയൊക്കെ കയറി ചൂടൊക്കെ കയറിയതിന് ശേഷം 20 മിനിറ്റ് വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ഞാൻ അല്ലാണ്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല പുകയൊക്കെ ഉള്ളിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും ഒരു ഫ്ലേവറൊക്കെ കിട്ടി. അപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു കളറിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. ഭയങ്കര സിമ്പിളുമാണ്. അത് കാണുന്നോട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പം ഞാൻ ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാക്കും. അത്ര ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു. കമൻറ്റ് ബിലോ.